പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ചെലവായത് ലക്ഷങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ടൂറിസം വകുപ്പിന് അഡ്വാൻസായി 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതായി വിവരാവകാശ രേഖയിൽ പറയുന്നു. അതേസമയം വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേന്ദ്ര സഹായമായി 1 രൂപ പോലും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വയനാട്ടിലെത്തിയ മോദി ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച മേഖലകളെല്ലാം സന്ദർശിച്ചിരുന്നു. തുടർന്ന് യോഗം ചേരുകയും നാശനഷ്ടങ്ങളുടെ കണക്ക് സഹിതം സംസ്ഥാന സർക്കാരിനോട് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാനം വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിച്ചെങ്കിലും നാളിതുവരെയായി വയനാടിന് കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായം അനുവദിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലും പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ലക്ഷങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ചെലവായത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഹോസ്പിറ്റാലിറ്റി ഇനത്തിൽ 40 ലക്ഷം രൂപ അഡ്വാൻസായി വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർക്ക് അനുവദിച്ചിരുന്നുവെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. സംസ്ഥാന സർക്കാർ 40 ലക്ഷത്തിലേറെ രൂപ ചെലവഴിക്കുകയും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചെലവഴിക്കുകയും ചെയ്തിട്ടും 1 രൂപ പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് സംസ്ഥാനത്തിനെ കളിയാക്കുന്നൊരു സമീപനമാണ് പ്രധാനമന്ത്രി സന്ദർശനത്തിലൂടെ വെളിവാക്കിയിരിക്കുന്നത്. ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ ഈ മരണപ്പെട്ടവർക്കൊക്കെ കേരളത്തെ പുതിയൊരു കേരളം വയനാടിനെ സൃഷ്ടിച്ചെടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്. അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനോട് ഒരു പ്രാഥമികമായ ഒരു ഫണ്ടെങ്കിലും അനുവദിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. 2024-2025 സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ 1ാം ഗഡു കേന്ദ്ര വിഹിതം മാത്രമാണ് ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നതെന്നും വിവരാവകാശ രേഖയിലുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് മുൻകൂറായി നൽകിയ തുകയായ 40 ലക്ഷത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത്. ആകെ ചെലവായ തുക സംബന്ധിച്ച അന്തിമ കണക്ക് ലഭ്യമായിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.